ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഓപ്പൺ ബുക്ക് വ്ലോഗ്സ് ബൈ ആമി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ബുക്ക് കളക്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതെല്ലാം തന്നെ വാങ്ങിച്ച് സ്റ്റോക്കാക്കി വെക്കുന്ന ശീലമൊന്നുമുള്ള ഒരാളല്ല ഞാൻ. അത്യാവശ്യം വായിക്കാനും എഴുതാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും പുസ്തകങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അത് നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. സോ കുറച്ച് നാളുകളായിട്ട് കയ്യിൽ ക്യാഷ് ഉള്ളപ്പോഴും പിന്നെ വായിക്കാനുള്ള പുസ്തകം, അത്രമേൽ ആഗ്രഹമുള്ള പുസ്തകം വേറെ എവിടെയും ഫ്രീ ആയിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് അത് വാങ്ങിക്കാറുണ്ട്. സോ അങ്ങനെ വാങ്ങിച്ചു വെച്ചതും പിന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന കുറച്ച് പുസ്തകങ്ങളും അത് ഞാൻ അതേപോലെ കുറേ കാലമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ കാണിച്ചു തരാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ പുസ്തകങ്ങളോ ഇറങ്ങിയ ഉടനെ ശേഖരിച്ച് വെച്ചേക്കുന്ന പുസ്തകങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലിരുന്ന കുറച്ച് പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. പുസ്തകങ്ങൾ കൂടുതലും ട്രെൻഡിങ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പുസ്തകങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിലെ ഫേമസ് ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വീഡിയോ ആക്കിയിടും. അപ്പോൾ ആ ഒരു വരി കാണുമ്പോൾ ആ വരിയായിരിക്കും ആ പുസ്തകത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വരി. സോ ആ ഒരു വരി കാണുന്ന സമയത്ത് മറ്റുള്ളവർ ആ പുസ്തകം വായിക്കാൻ ആകാംക്ഷ തോന്നുകയും അവരത് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തോന്നി വാങ്ങിച്ച ഒരു പുസ്തകമാണിത്, എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട് ജിസ്മ ഫൈസ് എഴുതിയതാണ്. നല്ല പുസ്തകമാണ്. പിന്നെ പഴയകാല സാഹിത്യമല്ല, പുതിയ കാല സാഹിത്യമാണ്. നമ്മുടെ പുതിയ തലമുറയിലെ ആൾക്കാർ വായിക്കുന്ന ടൈപ്പ് അങ്ങനെയുള്ള പുസ്തകമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പുസ്തകം തന്നെയാണ്. ഇനി അടുത്തത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകമായിരിക്കും, നസീഫ് കലയത്തിൻ്റെ ഖദീജ. സോ ഈ ഇടയ്ക്ക് ഇപ്പം ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഈ ബുക്കിൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലോ മറ്റേ ചാനലിലോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഒരു നഷ്ടപ്രണയത്തിൻ്റെയും കഥ പറയുന്നൊരു പുസ്തകമാണിത്. ഒരുപാട് പേര് വായിച്ചിട്ടുള്ള പുസ്തകമാണ്. നല്ല എഴുത്താണ് ഇതിൽ. കഥയിൽ കാട്ടി ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പുസ്തകത്തിലെ എഴുത്താണ്. നല്ല ഒഴുക്കുള്ള, വായിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള എഴുത്താണ് ഈ പുസ്തകത്തിലുള്ളത്. ഇനി അടുത്ത പുസ്തകം എന്ന് പറയുമ്പോൾ ഇതും ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ ഇതും ഒരു സമയത്ത് ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു പുസ്തകമാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിന്ന വിജയ് എഴുതിയത്. ഇപ്പോഴും ട്രെൻഡിങ് ആണ്, ഇപ്പോഴും ഒരുപാട് പേര് ഇത് വായിക്കുന്നുണ്ട്. കൂടുതലും ഇത് ട്രെൻഡിങ് ആവാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതിൽ കുറേ വരികൾ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ ആകാംക്ഷ തോന്നി നമ്മൾ വാങ്ങിക്കും. സോ ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. സോ പ്രണയം, നഷ്ടപ്രണയം അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റാണ് ഇതും. വായിച്ചു പോവാൻ നല്ല ഒഴുക്കുള്ള പുസ്തകമാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. ഇനി കാലം മറക്കാത്ത കഥകൾ, KR മല്ലികയുടെയാണിത്. ഇതെന്ന് പറയുമ്പോൾ KR മല്ലിക എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു കഥയല്ല, ഇതിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് എഴുത്തുകാരുടെ കഥകളുണ്ട്. ഇതിൽ പല പല എഴുത്തുകാരുടെ കണ്ടോ ഇത്രയും. അപ്പോൾ ഇനി അടുത്ത എഴുത്തിടാം. ഇത് വായിക്കുന്ന പുസ്തകമല്ല, ഇത് നമ്മുടെ ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ DC ബുക്ക് ഒരു ഫെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് 500 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് കിട്ടുമെന്നോ അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണിത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഒരു ബുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. DC ബുക്സിൻ്റെ തന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു ബുക്ക് മാർക്കുണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിൽ നിന്ന് 500 രൂപയുടെ പുസ്തകം വാങ്ങിക്കുമ്പോൾ 100 രൂപ റിഡക്ഷൻ കിട്ടുന്ന കൂപ്പൺസ് ആണ്. ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ പുസ്തകങ്ങൾ അങ്ങനെ വാങ്ങിച്ച് കൂട്ടിക്കുന്ന ആളല്ല. അപ്പോൾ ഇതിൽ 4 ബുക്ക് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ പുസ്തകം കിട്ടാൻ വേണ്ടി മാത്രം 500 രൂപ മുടക്കി വാങ്ങിച്ച ബുക്കാണ്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനൊക്കെയാണ്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് റിവ്യൂ എഴുതാനാണ്. നമുക്ക് വായിക്കുന്ന പുസ്തകത്തിന്റെ പേര്, രചയിതാവ്, അതിന്റെ പേജുകൾ, വിഭാഗം, ഇഷ്ടപ്പെട്ട കഥാപാത്രം, വായനയിൽ നിങ്ങൾക്ക് ലഭിച്ച പുതിയ വാക്ക്, പുസ്തകത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്.
ഇനി അതേപോലെ തന്നെ നമ്മുടെ കൊല്ലത്തുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അമീൻ ഖലീൽ. ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പുള്ളിക്കാരൻ്റെ എഴുത്തുകളൊക്കെ നല്ല എഴുത്താണ്. അപ്പോൾ അങ്ങനെ ചുവന്ന ഗ്രാമവും നുണക്കുഴികളും എന്നും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച പുസ്തകമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വരികളൊക്കെ ഞാൻ ഇതിലിങ്ങനെ വരച്ച് വെക്കാറുണ്ട്. ഇനി ഇത് ഞാൻ വളരെ പഴയൊരു ബുക്കാണ് കേട്ടോ. ഒരുപാട് നാളത് വാങ്ങിച്ചിട്ട്. അജ്ഞാതൻ്റെ കുറിപ്പുകൾ. ഇതേപോലെ കഥയൊക്കെ എഴുതി പൈസ ഇടുന്ന സമയത്ത് എൻ്റെ പൈസയിൽ നിന്ന് എനിക്ക് വായിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ വായിച്ച പുസ്തകമാണ് ഇത്. അജ്ഞാതൻ്റെ കുറിപ്പുകൾ. ഭാഷാന്തരം ചെയ്തത് വേണു വി ദേശമാണ്. പുസ്തകം നമ്മുടെ ഫയദോർ ദസ്തയേവ്സ്കിയുടെയാണ്. പിന്നെ ഒരു മാതൃഭൂമിയുടെ ഇയർ ബുക്ക് ഉണ്ട്. മാതൃഭൂമിയുടെ ഇയർ ബുക്ക് ഇതെനിക്ക് 10th ഫുൾ A+ കിട്ടിയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. 2022 ഇത്. ഇനി എനിക്ക് അതേപോലെ തന്നെ ട്യൂട്ടോറിയൽ 10th ഫുൾ A+ കിട്ടിയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയൊരു ബുക്കാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട്. ഈഗ സ്റ്റഡി സെൻറ്റർ എന്ന് എഴുതിയേക്കാണ്. എം മുകുന്ദൻ്റെ കുറച്ച് ചെറുകഥകൾ അടങ്ങിയിട്ടുള്ള ഒരു നല്ല പുസ്തകമാണ്. എം മുകുന്ദനൊക്കെ നല്ല എഴുത്തുകാരാണ്. സോ നല്ലൊരു പുസ്തകമാണിത്. ഞാൻ പറഞ്ഞല്ലോ 500 രൂപയ്ക്ക് ചിലവാക്കി ഞാൻ പുസ്തകം വാങ്ങിച്ചു എന്ന്. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. വേണ്ട ഇതെന്ന് വെച്ചാൽ എനിക്ക് DC ബുക്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു ഗീവ് അവേ ഒക്കെ വെക്കുന്ന സമയത്ത് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പുസ്തകമായിരുന്നു ഇത്. പ്രേമനഗരം. ഇത് ഞാൻ വലുതായിട്ട് അങ്ങനെ വായിച്ചിട്ടില്ല. കുറച്ച് മാത്രം വായിച്ച് ഉപേക്ഷിച്ചൊരു പുസ്തകമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, ഒരുപാട് പേരുടെ ഫേവറേറ്റ് പുസ്തകമാണ്. പിന്നെ കാളി. ഇത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 500 രൂപയുടെ ഓഫർ കിടന്ന സമയത്ത് ഞാൻ പോയി വാങ്ങിച്ചതാണ്. ഇത് വളരെ നല്ലൊരു പുസ്തകമാണ് കേട്ടോ. അശ്വതി ശ്രീകാന്ത് എഴുതിയതാണ്. ഇത് പെണ്ണിൻ്റെ പ്രശ്നങ്ങളും സ്ത്രീകളെ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനവും നിലപാടുകളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പുസ്തകമാണ് ഇത്. അപ്പോൾ ഇത് എനിക്ക് അങ്ങനെ DC-ന്ന് കിട്ടിയതാണ്. ഈ പുസ്തകത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഗീവ് അവേ വെച്ചപ്പോൾ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ കുറെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ പേര് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പുസ്തകമാണിത്. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വന്നതാണിത്. എല്ലാ തവണയും എനിക്കിത് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കൂപ്പൺസ് കിട്ടാറുണ്ട്. 500 രൂപയുടെ പുസ്തകം എടുത്താൽ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും 100 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്ന കൂപ്പൺസ്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതെല്ലാം തന്നെ അതേപോലെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടായിരുന്നു കൊടുക്കാമായിരുന്നു, പക്ഷെ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ ശില്പശാല അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ വന്നവരെല്ലാം സ്വന്തമായിട്ട് പുസ്തകം ഇറക്കിയിട്ടുള്ളവരും കഥയൊക്കെ എഴുതിയിട്ടുള്ളവരുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട 2 പേര് എനിക്ക് അയച്ചു തന്ന അവരുടെ പുസ്തകമാണിത്. ഇതിലൊരെണ്ണം ദിവ്യ റിനീഷ് എന്ന് പറയുന്ന ചേച്ചിയുടെ വെയിൽച്ചാന വഴിയിടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെറുകഥകളാണ്. അതേപോലെ തന്നെ നീതു UV എന്ന് പറഞ്ഞിട്ട് വരത്തേറ്റകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവർ അയച്ചു തന്നതാണ്. പിന്നെ ഞാൻ ദേശാഭിമാനിയുടെ നേരത്തെ പറഞ്ഞ പോലെ ടാലൻറ്റ് ഫെസ്റ്റിന് പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പുസ്തകമാണ് UA ഖാദറിൻ്റെ കഥകളാണ് ഇതിനകത്തുള്ളത്. ഇനി DC-ന്ന് തന്നെ വാങ്ങിച്ച മറ്റൊരു പുസ്തകമാണ് അതാണ്ട് ഇത്. ബഷീറിൻ്റെ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകമാണ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ് കേട്ടോ. ഇനി കാണിച്ചു തരാനുള്ളത് ഈ പുസ്തകം മേക്ക് എപ്പിക് മണി എന്ന് പറഞ്ഞിട്ട്. ഇത് അങ്കൂർ വാരിക്കോ എഴുതിയതാണ്. ഇത് എനിക്ക് ഈഗ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് +2 ഫുൾ A+ കിട്ടിയ സമയത്ത് തന്നതാണ്. നേരത്തെ കണ്ടത് 10th ഫുൾ A+ കിട്ടിയ സമയത്ത് കിട്ടിയതാണ്. ഇത് +2 കിട്ടിയതാണ്. ഇതേപോലെ ഒരു പുസ്തകങ്ങളോടാണ് നിങ്ങൾ കാണിച്ചു തരാനുള്ളത്. സ്വർഗം തുറക്കുന്ന സമയം MT വാസുദേവൻ നായരുടെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചെറുകഥകൾ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അന്നും ഇന്നും ഒരുപാട് മനോഹരമായിട്ടുള്ള രചനകൾ എഴുതിയിട്ടുള്ളവരാണ്. മാധവിക്കുട്ടി, MT വാസുദേവൻ നായർ, M മുകുന്ദൻ, അങ്ങനെ ഒരുപാട് നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്. സോ ഇത്രയും നിങ്ങൾ കണ്ട ഈ പുസ്തകങ്ങളെല്ലാം തന്നെ, അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ കുറച്ചാണെങ്കിലും ഇതിലെന്നൊക്കെ പറയുന്ന ഒരുപാട് ഓർമ്മകൾ അടങ്ങിയിട്ടുള്ളതാണ്. കാരണം എനിക്ക് എവിടെയും കിട്ടാത്ത പുസ്തകങ്ങൾ ആണ് ഞാൻ വാങ്ങിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അത്രയും വായിക്കാൻ ആഗ്രഹമുള്ള പുസ്തകങ്ങളാണ് വാങ്ങിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തന്നതോ പ്രിയപ്പെട്ടവർ അയച്ചു തന്നതോ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ അത്രയേറെ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ്. പിന്നെ പുതിയ പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കാറുണ്ട്. അതെങ്ങനെയാണ് വായിക്കുന്നത് വെച്ചാൽ
ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ലൈബ്രറി ഉണ്ട്. അവിടെ ഇങ്ങനെ 1 വർഷം 2 തവണയൊക്കെ പോയിട്ട് പുസ്തകങ്ങൾ സ്റ്റോക്കോടുകൂടി എടുത്തുകൊണ്ട് വരും. അപ്പോൾ പുതിയ പുസ്തകങ്ങളെല്ലാം ഞാൻ അവിടുന്ന് വായിക്കും. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് വായിക്കാറുണ്ട്. ലൈബ്രറിയിൽ വളരെ ആക്റ്റീവായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുസ്തകങ്ങളെല്ലാം വായിക്കാറുള്ള അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും വാങ്ങിക്കാറില്ല, എൻ്റേതായിട്ട് ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ കോളേജ് ലൈബ്രറിയിൽ നിന്ന് ആശ്വാ റെഫറൻസ് ഗ്രന്ഥങ്ങൾ എടുക്കും. അപ്പോൾ എല്ലാം കൊണ്ട് പുസ്തകങ്ങളെന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.